നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കേരളത്തിലെ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടക്കുന്നത് LBS, CPAS, AIMS, FNCK തുടങ്ങിയ 3 അസോസിയേഷനുകൾ വഴിയാണ്. ഈ 3 അസോസിയേഷനുകളിലും 2024 പ്ലസ് ടുവിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്തിയത്. 2025 കേരളത്തിലെ BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും നീറ്റ് എക്സാം എഴുതണമെന്നോ അതുപോലെ കേരളം സ്വന്തമായി നടത്തുന്ന എൻട്രൻസ് എക്സാം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചും ഇതുവരെയും അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെയും കേരളം സ്വന്തമായി നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെയും പ്ലസ് ടുവിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും 2025ലെയും BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്തുന്നത്. നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആയാൽ മാത്രമാണ് ജിപ്മറിലെ BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ജിപ്മറിന്റെ വെബ്സൈറ്റിലൂടെ BSc നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. BSc നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നീറ്റ് സ്കോർ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കുള്ള കുട്ടികൾക്കാണ് ജിപ്മറിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയും നീറ്റ് എക്സാം നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആയ കുട്ടികൾക്ക് മാത്രമാണ് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലൂടെ മിലിറ്ററി നഴ്സിംഗ് സർവീസിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മിലിറ്ററിയിൽ BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിർബന്ധമായും നീറ്റ് എക്സാം എഴുതണം. നീറ്റ് എക്സാമിൽ ഉയർന്ന സ്കോർ ഉണ്ടായിരിക്കുകയും വേണം. എങ്കിൽ മാത്രമാണ് തുടർന്ന് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് സെലക്ഷൻ ലഭിക്കുന്നത്. മിലിറ്ററിയിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ആദ്യം നീറ്റ് എക്സാം എഴുതി ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം. അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക്, ഉയർന്ന സ്കോർ ലഭിക്കുന്ന കുട്ടികൾക്ക് പിന്നീട് നടക്കുന്ന ഇന്റർവ്യൂവിലേക്ക് സെലക്ഷൻ ലഭിക്കുന്നതാണ്. അതിനുശേഷമാണ് മെഡിക്കൽ ചെക്കപ്പ് നടക്കുന്നത്. ഇങ്ങനെ നീറ്റ് എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, മെഡിക്കൽ ചെക്കപ്പ്, ഇന്റർവ്യൂ ഇങ്ങനെ 4 പ്രൊസീജിയറുകളിലൂടെ മാത്രമാണ് മിലിറ്ററിയിൽ BSc നഴ്സിംഗിന് സെലക്ഷൻ ലഭിക്കുന്നത്. ഈ 4 പ്രൊസീജിയറുകളിലായിട്ട് ഉയർന്ന സ്കോർ ലഭിക്കുന്ന കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇതുകൂടാതെ MCCയുടെ വെബ്സൈറ്റിലൂടെയും നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയും നീറ്റ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം. മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. MCCയുടെ വെബ്സൈറ്റിലൂടെയും BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്ന ചില കോളേജുകളിൽ മാത്രമാണ് ആൺകുട്ടികൾക്ക് പ്രവേശനമുള്ളത്. നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ MBBS, BDS, BAMS, BHMS, മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ എന്നിവയുടെ അഡ്മിഷന് വേണ്ടി കൗൺസിലിംഗ് നടത്തുന്ന വെബ്സൈറ്റാണ് MCC. ഈ സൈറ്റിലൂടെ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റാണ് ഇത്. ഈ സൈറ്റിലൂടെ മാത്രമാണ് ഈ കോളേജുകളിലെ അഡ്മിഷൻ ലഭിക്കുന്നത്. നീറ്റ് സ്കോർ നിർബന്ധമാണ്. മിലിറ്ററി നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിലും നീറ്റ് എക്സാം എഴുതി ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം. ഇന്ത്യൻ ആർമിയുടെ 6 കോളേജുകളിലാണ് BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നത്. പൂനെ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി, ലക്നൗ, ബാംഗ്ലൂർ തുടങ്ങിയ 6 സ്ഥലങ്ങളിലായിട്ടാണ് ഇന്ത്യൻ ആർമിയുടെ BSc നഴ്സിംഗ് കോളേജുകൾ ഉള്ളത്. ഇന്ത്യൻ ആർമിയുടെ കോളേജുകളിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിച്ചാൽ പൂർണ്ണമായും സൗജന്യമായിട്ട് പഠനം പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ പഠിക്കുന്ന സമയത്ത് സ്റ്റൈപൻഡും ലഭിക്കുന്നതാണ്. ഭക്ഷണം, താമസം, യൂണിഫോം എല്ലാം സൗജന്യമാണ്. 4 വർഷത്തെ പഠനത്തിന് ശേഷം മിലിറ്ററി ഹോസ്പിറ്റലുകളിൽ തന്നെ ജോലിയും ലഭിക്കും. നീറ്റ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയാൽ മാത്രം പോരാ, തുടർന്ന് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എന്നിവയിലും ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വേണ്ടിയും ഇന്റർവ്യൂവിന് വേണ്ടിയും തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ ടെസ്റ്റ് നടത്തുമ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ് ആയിരിക്കുകയും വേണം. അതിനുവേണ്ടിയും മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. മിലിറ്ററിയിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മാർച്ച് 7-ാം തീയതിക്ക് മുൻപായിട്ട് നീറ്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. മാർച്ച് 7-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ നൽകുവാനുള്ള സമയം. അതിനുശേഷം നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് 450-ൽ കുറയാത്ത സ്കോർ കരസ്ഥമാക്കുക. അതോടൊപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വേണ്ടിയും ഇന്റർവ്യൂവിന് വേണ്ടിയും തയ്യാറെടുപ്പുകൾ നടത്തണം. അതിനുവേണ്ടിയുള്ള കോച്ചിങ്ങുകൾ ഇപ്പോൾ കോച്ചിങ് സെന്ററുകളിൽ ലഭ്യമാണ്. മിലിറ്ററി നഴ്സിംഗിന് അപ്ലൈ ചെയ്യുന്നതിന് 152 സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം. നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ ഉള്ളവർക്കും ഹില്ലി ഏരിയാസ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ഉള്ളവർക്കും 147 സെന്റിമീറ്റർ ഉയരം ഉണ്ടായാൽ മതി. അതുകൂടാതെ എല്ലാ കാര്യങ്ങളിലും മെഡിക്കലി ഫിറ്റ് ആവുകയും വേണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.